ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് വെയിറ്റ് ചെയ്തു, റിസൾട്ട് വന്നില്ല. ഇന്ന് രാവിലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിന് പ്രധാന കാരണം പലർക്കും ക്ഷമ നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകളാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്. നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞിരുന്നത് ജനുവരി 10-ാം തീയതി റിസൾട്ട് വരുമെന്നുള്ളത്. അതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനുവരി 17-ാം തീയതിയിലേക്ക് മാറ്റി പബ്ലിക് നോട്ടീസ് ഇറക്കി. എന്നതിന് ശേഷം നമ്മൾ നോക്കുന്ന, അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതിയവരും അപ്ലിക്കേഷൻ അയക്കുന്നവരും നോക്കുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ യാതൊരുവിധ കാര്യവും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. എൻ ഡി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയാലും എൻ ഡി എ നെറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയാലും ഇവിടെ ഒന്നും തന്നെ ഒരു പബ്ലിക് നോട്ടീസും എൻ ഡി എ ഇറക്കിയിട്ടില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ എൻ ഡി എ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ട്വിറ്റർ പേജിൽ ഒരു പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്വിറ്റർ പേജിലേക്ക് കാരണം കാണിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്നത് ഡിക്ലറേഷൻ ഓഫ് UGC നെറ്റ് ഡിസംബർ 2023 റിസൾട്ട് ഡ്യൂ ടു ടെക്നിക്കൽ റീസൺസ് റിസൾട്ട് ഓഫ് ദ UGC നെറ്റ് ഡിസംബർ 2023 വിൽ നോട്ട് ഡിക്ലെയർഡ് ഓൺ 17/1/2024 and the same will be declared due course on the website. ഡ്യൂ കോഴ്സ് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും എന്നുള്ള രീതിയിലാണ്. അതായത് ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത് ഡോക്ടർമാരൊക്കെയാണ്. അതായത് പ്രസവ വാർഡിലൊക്കെ പേഷ്യൻസിനെ കയറ്റി കഴിഞ്ഞാൽ ഇന്ന് ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം, ശരിയായ സമയത്ത് സംഭവിക്കും. ആ ഒരു രീതിയിലാണ് എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വിശദീകരണം തന്നിരിക്കുന്നത്. അതിന് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്നിക്കൽ റീസൺസ് ആണ്. അപ്പൊ നമ്മുടെ റിസൾട്ട് വരുമെന്ന് പറയുന്നത് 17/1 അപ്പൊ ടെക്നിക്കൽ റീസൺ കൊണ്ട് അത് മാറ്റിവെച്ചു എന്നുള്ളതാണ് ഈ ഒരു പബ്ലിക് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പബ്ലിക് നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എൻ ഡി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ എൻ ഡി എ നെറ്റ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇത് എൻ ഡി എയുടെ സ്ഥിരമായിട്ടുള്ള ഒരു തന്ത്രമാണ്. എന്തെങ്കിലും ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ നാഷണൽ ലെവലിൽ അവർ ശ്രദ്ധിക്കപ്പെടുമെന്ന് തോന്നുന്ന സമയത്ത് അവരുടെ ട്വിറ്റർ പേജിലേക്ക് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് മെല്ലെ തടി തപ്പുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് 17-ാം തീയതി ഉണ്ടാവില്ല. ഇനി അതിന്റെ കറക്റ്റ് സമയത്ത് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്യും. ആ കറക്റ്റ് സമയം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ ഇതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കമന്റ് ബോക്സിലായാലും വാട്സപ്പിലായാലും നമ്മൾ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉള്ള കാരണം എന്ന് പറയുന്നത് എല്ലാവരും ഇതിന്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. സെറ്റ് എക്സാം ഉണ്ട്, അതുപോലെ മറ്റു പല പരീക്ഷകളും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി അല്ലെങ്കിൽ അടുത്ത ചെറിയ മാർക്കിനൊക്കെ ഒരു കട്ട് ഓഫിന്റെ അടുത്തൊക്കെ നിൽക്കുന്നവർക്ക് അടുത്ത പരീക്ഷക്കായിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഈ ഒരു പരീക്ഷയുടെ റിസൾട്ടിൽ ഒരു തീരുമാനം അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന് അവർ വെയിറ്റ് ചെയ്യുന്നതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളൊരു ചെറിയ മാർക്ക്, അതായത് ഒരു ചോദ്യമൊക്കെ തെറ്റിപ്പോവുക അല്ലെങ്കിൽ 1-2 ചോദ്യങ്ങൾ കഴിഞ്ഞ കട്ട് ഓഫിന്റെ അടുത്ത് നിൽക്കുക, ഇത്തരത്തിൽ ഒത്തിരി സ്റ്റുഡൻസ് മൊത്തത്തിൽ ഉണ്ട്, പരീക്ഷ എഴുതിയവരിൽ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു റിസൾട്ട് വലിയൊരു ഘടകം തന്നെയാണ്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ ചെയ്ത അടുത്ത നിമിഷത്തിൽ വേണമെങ്കിൽ റിസൾട്ട് വരാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടും വരാം. മനസ്സിലായില്ലേ? ഈ ഒരു സന്ദർഭത്തിൽ പറയേണ്ടതില്ല. എന്നാലും നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം. ഇനി നമുക്കൊരു കാര്യം പരിശോധിക്കാം. ഈ ടെക്നിക്കൽ റീസൺ എന്ന് പറയുന്നത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ വരേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് പരീക്ഷകൾ എൻ ഡി എ നടത്തുന്നുണ്ട്. അപ്പൊ ഏത് രീതിയിലാണ് ഇവർക്ക് ടെക്നിക്കൽ റീസൺ വന്നിരിക്കുന്നത്? അപ്പൊ ഇനി ടെക്നിക്കൽ റീസണുമായി ബന്ധപ്പെട്ടിട്ട് 1-2 കാര്യങ്ങൾ നമുക്ക് എൻ ഡി എയുടെ വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഈ കാണുന്ന വെബ്സൈറ്റ് എൻ ഡി എ നെറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പബ്ലിക് നോട്ടീസുകൾ ഇതുവരെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വൈകുന്നേരം 4:30 ഇതുവരെ ഈ ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. നമ്മളോട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിലാണ്. ഇനി നമുക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാം. അവിടെ ലേറ്റസ്റ്റ് എൻ ഡി എ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രൊഫഷണൽ ആൻസർ കീ വരുന്നുണ്ട്. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി റിക്രൂട്ട്മെന്റ് എക്സാമിന്റെ റിസൾട്ട് വരുന്നുണ്ട്. അഡ്മിറ്റ് കാർഡിന്റെ റിസൾട്ട് വരുന്നുണ്ട്. ഈ ന്യൂ എന്ന് കാണുന്നതെല്ലാം പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് അവർ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ കാര്യത്തിൽ മാത്രമാണ് ഈ ടെക്നിക്കൽ റീസൺ അവർ പറഞ്ഞിരിക്കുന്നത്. അതും അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഈഗർലി വെയിറ്റിംഗ് ആണ് എല്ലാവരും. അപ്പൊ അത്തരമൊരു സന്ദർഭത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് പരീക്ഷകൾ നടത്തുന്ന ഒരു ഏജൻസി ചെയ്യുന്നത് ശരിയായിട്ടുള്ളതല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. NDA-യിലേക്ക് നമുക്ക് മെയിലൊക്കെ അയക്കാം, ഈ ഒരു കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മെയിലൊക്കെ അയക്കാം. അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. ഇനി മുതൽ നമുക്കൊരു 20-ാം തീയതിക്കുള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഇതിനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കേണ്ടതില്ല. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം. നമ്മളൊരു യാത്രയിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലാണെങ്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ഇത് അവൈലബിൾ ആണ്. നമുക്ക് 4G 5G ഒക്കെ ഇപ്പോൾ ഓക്കെ ആണ്. സോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്പീഡായിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ഒരുപാട് മെസ്സേജുകൾക്ക് നമുക്ക് റിപ്ലൈ അയക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇതും മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഒഫീഷ്യലായിട്ട് NDA-യുടെ ഭാഗത്തുനിന്ന് കൃത്യത വരുത്താതെ നമുക്കൊന്നും തന്നെ പറയാൻ സാധിക്കില്ല. അപ്പോൾ ട്വിറ്റർ പലരും പരിശോധിക്കാത്ത ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ കേരള സെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. റിസൾട്ട് വരും, അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. NDA എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് അതോറിറ്റിയാണ്. നമുക്കിതിനൊരു കംപ്ലൈന്റ് അതോറിറ്റി ഇല്ല. അതാണ് കാര്യം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.